ഏതായാലും 4-ാം തീയതി വരെ നമുക്ക് കാത്തിരിക്കാം. 4-ാം തീയതിക്ക് ശേഷം ഉചിതമായൊരു തീരുമാനമെടുക്കാൻ UDF നിർബന്ധിതമാവും, കോൺഗ്രസ് നിർബന്ധിതമാവും. അതുവരെ നമുക്ക് കാത്തിരിക്കാം. അതുവരെ എന്തെങ്കിലും സംസാരിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. 4-ാം തീയതിക്ക് ശേഷം തർക്കമൊന്നും പാടില്ല. 4-ാം തീയതിക്ക് ശേഷം ഉചിതമായൊരു തീരുമാനത്തിലേക്ക് UDFന് വരേണ്ടതുണ്ടാവും. അപ്പോൾ ലീഗ് ഇടപെടും. പക്ഷേ ഒരിക്കലും ഇല്ല. ഞങ്ങൾ 4-ാം തീയതി വരെ കാത്തിരിക്കും. 4-ാം തീയതിക്ക് ശേഷം ഉചിതമായൊരു തീരുമാനം. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ 4-ാം തീയതി നമ്മൾ റിസൾട്ട് വരുന്നത്. റിസൾട്ട് വന്നാൽ നമുക്കൊരു തീരുമാനം എടുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ നല്ല തീരുമാനം ഉണ്ടാവും. വോട്ട് പെട്ടിയിലായിരിക്കെ ചർച്ചയും തർക്കങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു രീതിയാണ്. അല്ല, അതിപ്പോ ഉണ്ടാക്കുന്ന ആരാ? നിങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഈ പിടിച്ച് പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെ തർക്കങ്ങൾ ഉണ്ടാകുന്നത്. അല്ല, മറ്റൊന്നേ, പ്രധാനമായിട്ടും സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പ്രവർത്തകരൊക്കെ വലിയൊരു അമർഷം ഇതിനകത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. കാരണം ഇത്രയൊക്കെ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചിട്ടും ഇങ്ങനെ ഒരു നേതാക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തരത്തിലുള്ള പരസ്യമായ ചർച്ചകൾ. എനിക്ക് പറയാനുള്ളത് 4-ാം തീയതി വരെ അതുണ്ടാവും. 4-ാം തീയതിക്ക് ശേഷം നല്ലൊരു സമാധാന അന്തരീക്ഷത്തിൽ തന്നെ കേരളത്തിലെ ഭാവിയെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ ഉണ്ടാവും. മുഖ്യമന്ത്രി സ്ഥാനം ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ലല്ലോ. മുഖ്യമന്ത്രി സ്ഥാനമൊന്നും ഞങ്ങളുടെ അജണ്ടയിൽ തന്നെ അതിപ്പോഴില്ല. ഒരിക്കലും ഉണ്ടാവില്ല. UDF ശക്തമായിട്ട് ഭരണവുമായി മുന്നോട്ട് പോകണം എന്നൊരു ജനവിധിയാണ് ഇപ്പോൾ പെട്ടിയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് 4-ാം തീയതി പുറത്തു വരും. അപ്പോൾ ആ ജനവിധിക്ക് അനുസരിച്ച് ആയിരിക്കും ലീഗും തീരുമാനം എടുക്കുക. ഒരു വെല്ലുവിളിക്കോ അമിതമായ എന്തെങ്കിലും ആവശ്യങ്ങളൊന്നും ലീഗ് ഉന്നയിക്കില്ല. ലീഗിന് അർഹതപ്പെട്ടത് എപ്പോഴും UDF തന്നിട്ടുണ്ട്. അത് പറയാതെ തന്നെ തരും. നമ്മളിപ്പോൾ അങ്ങനെയൊന്നും പറഞ്ഞ കാര്യമില്ല. കോൺഗ്രസ് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് 4-ാം തീയതിക്ക് ശേഷം നല്ല കുട്ടിയാകും. അത് നിങ്ങൾ ഓരോരുത്തർ വിളിച്ചു ചോദിച്ചാൽ അതെ അതെ അത് കേന്ദ്ര ഗവൺമെൻറ് വനിതാ സംവരണത്തിൻ്റെ മറവിൽ അവർക്ക് ജയിക്കാവുന്ന പരമാവധി സീറ്റുകൾ ഉണ്ടാക്കുക എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ലോക്സഭയിൽ ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. പാസ്സായി എന്തോന്നും അറിയില്ല, ഇന്നത്തെ സ്ഥിതി എന്താ അറിയില്ല. അപ്പോൾ അത് ആണ് പ്രതിപക്ഷം എതിർത്തുകൊണ്ടിരിക്കുന്നത്. വനിതാ സംവരണ ബില്ലിന് എതിരല്ല. അല്ലല്ല, അതിൻ്റെ പിന്നിൽ ചില കള്ളക്കളികൾ ഉണ്ട് എന്ന് പ്രതിപക്ഷത്തിന് ബോധ്യമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ എതിർത്തുകൊണ്ടിരിക്കുന്നത്. ആവും കാരണം ഇപ്പോൾ അവരിപ്പോൾ അധികാരം നിലനിർത്തുന്നതിന് ഇത്തരത്തിലുള്ള ചില നീക്കുപോക്കുകളിൽ ഉള്ളുകളികളിലൂടെയാണ് ഇപ്പോൾ അധികാരം നിലനിർത്തുന്നത്. ഇനിയിപ്പോൾ വരും കാലങ്ങളിലും അത് തുടരാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ അവരിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. അതിപ്പോൾ പ്രതിപക്ഷം ഇത്ര ശക്തമായി അതിനെ എതിർക്കുമെന്ന് അവർ വിചാരിച്ചിരുന്നില്ല. പ്രതിപക്ഷത്തിൻ്റെ കയ്യിൽ എല്ലാ രേഖകളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷം അവിടെ എതിർക്കുന്നത്. അതിനെ മറികടക്കാൻ അവർക്ക് കഴിയില്ല എന്ന് അറിയുന്നത് കൊണ്ടാണ് ഇപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നത്. ഗൂഢ അജണ്ടയാണ് എതിർക്കുന്നത് അല്ലേ? ഗൂഢ അജണ്ടയാണ് എതിർക്കുന്നത്. വനിതകളോടുള്ള ബുദ്ധിമുട്ടല്ല.